യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. യേശു ശബ്ദമുയർത്തി പറഞ്ഞു, കർത്താവായ യേശു തമ്പുരാനെ, ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങയുടെ പ്രധാനപ്പെട്ട തിരുവചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നാലും ഇന്നത്തെ പ്രധാനപ്പെട്ട സന്ദേശം ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുക, അതിനുള്ള തിരുവചനമാണ് നിങ്ങളെല്ലാവരും ധ്യാനിക്കേണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം നമ്മൾ ശ്രവിക്കണം. യേശു ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എന്താണ് യേശു പറഞ്ഞതിനർത്ഥം? എന്താണ് ജീവജലം? ജീവജലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് ജീവജലം തരുന്നത്. പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് ജീവൻ നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ശക്തിയെക്കുറിച്ചാണ് തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കപ്പെടുന്നതിൻ്റെ രഹസ്യങ്ങളിലൊന്ന് ഇവിടെയുണ്ട്. യേശു പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ആ ദാഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി. അതാണ് രഹസ്യം. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ നിറയ്ക്കപ്പെടുമെന്നാണ് ദൈവരാജ്യത്തിൻ്റെ പ്രമാണം. ദൈവശക്തിയിലേക്കുള്ള താക്കോൽ ഈ ദാഹമാണ്, അഥവാ വിശപ്പാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ഇന്നത്തെ ദിവസം ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഓരോ മക്കൾക്കും പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസിയായി, വളരെ സന്തോഷപ്രദമായി, വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറഞ്ഞു. യേശു ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. തീർച്ചയായിട്ടും നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പോകുന്നെങ്കിൽ കർത്താവ് ഓരോ മക്കളെയും അനുഗ്രഹിക്കും. കർത്താവ് ഓരോ മക്കളെയും ആശ്വസിപ്പിക്കും. കർത്താവ് നിങ്ങൾക്ക് വിടുതൽ തന്ന് അനുഗ്രഹിക്കും. ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അവിടുത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ കൃപക്കൊത്ത രീതിയിൽ ജീവിക്കാം. എല്ലാ മക്കൾക്കും ഇന്നത്തെ ദിവസം അനുഗ്രഹമായും സന്തോഷപ്രദമായും തീരാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി, കർത്താവിൻ്റെ കരുണയ്ക്കൊത്ത രീതിയിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് സഞ്ചരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.